Hello guys, first of all wishing all an advance happy Christmas. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ പേര് സൈപ്രസിൻ്റെ ഒരു ഇനമാണ്. പലതരം സൈപ്രസുകളുണ്ട്. ഇത് ലെമൺ ഓർ ഗോൾഡൻ സൈപ്രസ് എന്നാണ് ഇത് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഇതിൽ നിന്ന് ചെറിയ സൈപ്രസുകൾ നമുക്ക് ഉണ്ടാക്കണമെന്ന് പൊതുവെ എല്ലാവർക്കും ഇത് കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം എല്ലാവരും വീടുകളിൽ വലിയൊരു ട്രീ ആയിട്ടായിരിക്കും കണ്ടേക്കുന്നത്. പക്ഷേ ഇതെങ്ങനെ ഒരു ചെറുത് എങ്ങനെ ഉണ്ടാക്കാം? കാരണം ഇപ്പോൾ നഴ്സറി പോയി നമ്മൾ വാങ്ങിച്ചാലും 100-120 രൂപയായിരിക്കും ഇതിൻ്റെ ഒരു ചെറുതിന്. പക്ഷേ ഇതിൻ്റെ ഒരു തൈ ഉണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് കുറേ സൈപ്രസിൻ്റെ ചെറിയ ചെറിയ കുഞ്ഞു തൈകളാക്കി അത് മാറ്റിയെടുക്കാം. അതെങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ പോകുന്നത്. അത്യാവശ്യം ആയതാണ്. ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ നമുക്ക് ബ്രൗൺ ആയിട്ട് തന്നെ കാണാം. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ അടിയിലുള്ള ഈ ലീവ്സൊക്കെ ഉണ്ടല്ലോ, ഇത് കട്ട് ചെയ്ത് കളയണം. അതാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ്. നമ്മളിത് പ്രോപ്പറായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മുകളിലെ ഇത് മാത്രം, ഈ ഒരു ലീവ്സ് മാത്രം മതി. നമുക്കിവിടെ പിന്നെ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചരിച്ച് വേണം കട്ട് ചെയ്യാൻ. നമ്മൾ ഇത് നടുമ്പോൾ ഇതിങ്ങനെ ചരിഞ്ഞ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. കട്ട് ചെയ്തതിന് ശേഷം ഒരു കത്തിയോ അല്ലെങ്കിൽ ഈ കത്രികയുടെ മൂർച്ചയുള്ള വശം വെച്ച് ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. മൊത്തമായിട്ടും സ്ക്രബ് ചെയ്യേണ്ട, കുറച്ചൊക്കെ ഈ ബ്രൗൺ കവറിങ് അവിടെ ഇരുന്നാലും കുഴപ്പമില്ല. ബട്ട് നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ്. ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് നമുക്കിത് വേണ്ടത്. പിന്നെ നമുക്കിത് നടാൻ വേണ്ടി കുറച്ച് മണ്ണും വേണം, അതേപോലെ ചകിരിച്ചോറും വേണം. രാത്രിയാണെങ്കിലും കുഴപ്പമില്ല, മുറ്റത്ത് നിന്ന് കുറച്ച് മണ്ണെടുക്കാം. ആദ്യം ഇങ്ങനെ മണ്ണെടുത്ത് ഇതിൽ കല്ലും വേരുകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം ഇതിൽ നിന്ന് മാറ്റുക. കാരണം ഏറ്റവും നല്ല സോഫ്റ്റ് മണ്ണാണ് ചകിരിച്ചോറായിട്ട് മിക്സ് ചെയ്യാൻ ഏറ്റവും നല്ലത്. നമുക്ക് സോഫ്റ്റായ നല്ല മണ്ണുണ്ട്, അതേപോലെ തന്നെ ചകിരിച്ചോറ് പൊടി ടൈപ്പാണ് കേട്ടോ വാങ്ങിച്ചത് ഞാൻ ഇതിനു വേണ്ടി. ഇത് രണ്ടും നമ്മൾ മറ്റൊരു പാത്രത്തിലേക്കിട്ട് മിക്സ് ചെയ്യണം. ഒരു 70% ചകിരിച്ചോറും ഒരു 30% മണ്ണും മതി. കാരണം വേര് എത്രയും പെട്ടെന്ന് പിടിക്കാൻ പറ്റും അതിൽ. അപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലാണ് ആവേണ്ടത്. ഇനി നമുക്കിത് നടാൻ വേണ്ടിയുള്ള ഗ്രോ ബാഗ് ഉണ്ട്. ചെറിയ ഗ്രോ ബാഗ് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ വിത്തൊക്കെ മുളപ്പിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗ്രോ ബാഗ് പോലത്തെ വേറൊന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ കാരണം ഞാൻ അതിലാണ് നടാൻ പോകുന്നതെന്ന്. അതിലാണെങ്കിൽ നമുക്കൊരു 50 തൈയെങ്കിലും ഒരു തവണ നടാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൽ നട്ടാണ് നിങ്ങളിന്ന് കാണിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇവിടെ കുറച്ച് അധികം സൈപ്രസിൻ്റെ ഇതുകൾ വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ എല്ലാ വീഡിയോയിലും കാണുന്ന ഇങ്ങനെ ഒരെണ്ണം കാണിച്ചു കൊടുത്തിട്ട് അവസാനം വരുമ്പോൾ കുറേ എണ്ണം വേണമല്ലോ. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാനത് നട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ. ഇതിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിലാണ് ഇപ്പോൾ ആളുകളൊക്കെ വിത്ത് മുളപ്പിക്കുന്നതൊക്കെ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു സൈസിൻ്റെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൽ ഇനി ഞാൻ ഈ റെഡിയാക്കി വെച്ചേക്കുന്ന മണ്ണും ചകിരിച്ചോറും ഫില്ല് ചെയ്യണം. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ ട്രെയിൽ ഫുള്ള് കാണാതെ മണ്ണ് നിറച്ചുണ്ട്.
മണ്ണും ചകിരിച്ചോറുമായിട്ട് ഇപ്പോൾ ട്രേ ഫുള്ളായിട്ട് നിറച്ചു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പ്രേ ചെയ്യുന്നുണ്ട്. കാരണം വെള്ളത്തിൻ്റെ ഒരു ഈർപ്പം എപ്പോഴും പുതിയ വേര് വരാൻ നല്ലതാണ്. പിന്നെ സോഫ്റ്റ് മണ്ണും ചകിരിച്ചോറും പുതിയ വേരുകൾക്ക് ഈസി ആയിട്ട് വരാനുള്ള ഒരു മാർഗം തന്നെയാണ് ഇത് രണ്ടും. അതിനുശേഷം നമ്മളിവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചെറിയ ചെറിയ ലീവ്സ് ഉണ്ടല്ലോ, ഈ തണ്ടുകൾ, ഇത് നമ്മൾ റൂട്ടിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞൊരു പൗഡർ വളക്കടയിലോ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ്റെ ഷോപ്പിൽ ഇത് കിട്ടും. കാരണം ഇതാണ് വേരുകൾ ഉണ്ടാവാൻ സഹായിക്കുന്ന മറ്റൊരിത്. ഈ സൈപ്രസ് ഇനങ്ങൾക്ക് നമ്മൾ നോർമലായിട്ട് ഉള്ള പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നട്ടാലുള്ള റൂട്ടിങ് വരില്ല. ഡിഫറെൻ്റ് ആണിത്. ഈ ഒരു ഇത് അറൗണ്ട് ഒരു 100 ദിർഹംസിന് 100 റുപ്പീസിന് ഫെർട്ടിലൈസ്ഡ് ഷോപ്പുകളിൽ നമുക്ക് കിട്ടും. ഈസിയാണ്, എല്ലാ ഷോപ്പുകളിലും ഇതുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ലീവ്സ് ഉണ്ടല്ലോ, ഈ തണ്ടുകൾ, അത് നമ്മൾ ഈ പൗഡറിൽ മുക്കുക. എന്നിട്ട് ഈ ഒരു വൈറ്റ് ഇവിടെ ഇപ്പോൾ ആയേക്കുന്നത് കണ്ടോ, ഇതിൻ്റെ നമ്മൾ ആ സ്ക്രബ് ചെയ്ത അവിടെ ഈ വൈറ്റ് കണ്ടോ, ഈ പൗഡർ ഇവിടെ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഇത് പ്ലാന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് പുതിയ റൂട്ട്സ് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ തന്നെ ഇതൊരു തൈയായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് പ്ലാന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് എല്ലാം ഞാനിങ്ങനെ ഈ ട്രേ തന്നെ നടാണ്. അപ്പോൾ വീണ്ടും മറ്റൊന്നെടുത്ത് ഞാൻ ഈ പൗഡറിൽ മിക്സ് ചെയ്യാണ്. എന്നിട്ട് കുറച്ച് ഗ്യാപ്പിട്ട് നടാണ്. ഇത് നല്ലൊരു വരുമാനം കൂടെയും ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഇപ്പോൾ കടയിൽ നോർമലി ഇത് വിൽക്കപ്പെടുന്നത് 100 അല്ലെങ്കിൽ ചില ഒരു 60 വരെ ഏറ്റവും കുറഞ്ഞത് കൊടുക്കും. നിങ്ങൾക്ക് അധികം ചിലവൊന്നുമില്ല. ഇത് നിങ്ങൾക്കിത് ഒരു തൈയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഉൽപ്പാദിപ്പിക്കാം. അതേപോലെ നിങ്ങൾക്കിത് വിൽക്കാം. പല തരത്തിലുള്ള സൈപ്രസ് ഉണ്ട്. എല്ലാത്തിനും ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്താൽ അതുകൾ പുതിയ തൈയായിട്ട് മാറും. പിന്നെ ഇത് ഗോൾഡൻ ആണെങ്കിൽ വേറെ പല ടൈപ്പ് നിങ്ങളിപ്പോൾ ആമസോണിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, സൈപ്രസ് പ്ലാന്റ്സ് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പലതരം വെറൈറ്റികൾ. എന്നിട്ട് എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയ പ്ലാന്റ്സ് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അടുത്തുള്ള നഴ്സറികളിലോ അല്ലെങ്കിൽ ഇപ്പോൾ ആമസോണിലൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് ഇത് വിൽക്കാട്ടോ. കാരണം ആമസോണിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ എബോവ് 200 ആണ് പ്രൈസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അവർ ഓർഡർ തരും, അപ്പോൾ ഡെലിവറി ചെയ്യാനുള്ള സ്കീമുകളുണ്ട്. അപ്പോൾ ഒരു നല്ല ബിസിനസ്, ഇത് മാത്രം ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല ആയിരിക്കരുതല്ലോ, മറ്റു പല പ്ലാന്റ്സും ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം ഒരു ആഴ്ചയ്ക്കുള്ളിൽ ഇതിൻ്റെ വേരൊക്കെ വന്നു തുടങ്ങും. എന്നിട്ട് ഞാനിത് വിൽക്കാനൊന്നുമല്ല, ഞാനിതിപ്പോൾ വീട്ടിലേക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. കൂടുതൽ പ്ലാന്റ് ഉണ്ടെങ്കിൽ അത്രയും മനോഹരമായിട്ട് നിൽക്കും. നമ്മളെ മതിലിൻ്റെ അടുത്ത് ഒരെണ്ണത്തിന് പകരം ഇപ്പോൾ നമ്മൾ മതിലിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇപ്പുറ സൈഡിൽ നട്ടാൽ അതിൻ്റെ ഭംഗി ഉണ്ടാവും. ഒരെണ്ണത്തിനൊക്കെ കൂടുതലിത് മറ്റുള്ളവർ നോക്കുമ്പോൾ അങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ഒന്നായതുകൊണ്ട് നമ്മൾ വാങ്ങിച്ച് വെച്ച ഒരു ഫീലിംഗ് ആണ് ഉള്ളത്. ഇതേപോലെ തന്നെ ഒരുപാട് ഇനം ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ ഈ സൈപ്രസുകൾ. അപ്പോൾ ഇതെല്ലാം അവൈലബിൾ ആണ്. ഞാനിങ്ങനെ പലതിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്, പല ഇനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് ഒന്ന് വലിപ്പമായിട്ട് ഓരോന്നിങ്ങനെ വീണ്ടും തൈകളാക്കി മാറ്റാനുള്ളൊരു പ്ലാനിങ്ങിൽ നിൽക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ചിലതൊന്ന് മങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം മുറിച്ചതാണ്, അതൊന്ന് മങ്ങിയിട്ടുണ്ട്. ചിലത് ഇപ്പോൾ മുറിച്ചതാണ്, അത് കുറച്ചും കൂടെ ഒന്ന് ഷൈനി ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ക്രിസ്മസിന് നിങ്ങൾക്ക്
ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ട്രീ തന്നെയാണിത്. നിങ്ങൾ ഈ ക്രിസ്മസിന് ഒരെണ്ണം വാങ്ങിച്ച് നടുകയോ, അല്ലെങ്കിൽ ഈ വാങ്ങിച്ച് നട്ടാൽ അത്രയും പെട്ടെന്ന് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അതിന് ശേഷം നിങ്ങൾ ആ ട്രീയിൽ നിന്ന് തന്നെ ചെറുതിങ്ങനെ ഉൽപ്പാദിപ്പിക്കാം. നിങ്ങളുടെ വീടും സ്ഥലവും എല്ലാം മനോഹരമാക്കാം. നല്ലൊരു ഗാർഡൻ ഈ ഗോൾഡൻ സൈപ്രസിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ലെമൺ സൈപ്രസ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രത്യേക സ്മെല്ലുള്ളത് കൊണ്ടാണ്. എക്സാക്ട് ലെമണിൻ്റെ അല്ലെങ്കിലും ഒരു സ്മെല്ലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ ലീവ്സ് വെച്ച് നിങ്ങൾക്ക് ഡെക്കറേഷൻ വർക്ക്സും ചെയ്യാം. ഇപ്പോൾ ഞങ്ങൾ പ്രെയർ ഹാളിലൊക്കെയും അല്ലെങ്കിൽ പള്ളികളിലൊക്കെ നിങ്ങൾ കാണാറുണ്ട്, അല്ലെങ്കിൽ പല ഫങ്ഷനുകളിൽ നിങ്ങൾ കാണാറുണ്ട് ഈ ലീവ്സ്. ഈ ഗോൾഡൻ വിത്ത് ഗ്രീൻ ലീവ്സ് വിത്ത് ഫ്ലവേഴ്സ് നല്ല മാച്ചിങ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് മാക്സിമം വീട്ടിൽ ഉണ്ടാക്കിയാൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ പൂ വെച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, ഇതോടെ എൻ്റെ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്ലാന്റ്സ് നടുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ നേച്ചറിൽ കൂടുതൽ കണക്റ്റായി നിൽക്കും. അപ്പോൾ എല്ലാവരും ഫോണിൽ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ പ്ലാന്റ്സും ട്രീസും ഒക്കെ നട്ട് ഒരെണ്ണം നട്ടാൽ മതി. എന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോയാൽ തന്നെ നമ്മുടെ ക്യാരക്ടർ ഒരുപാട് മാറും എന്നാണ് പറയുന്നത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.